ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഓഫ് ആർട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടിയുള്ളത് ഒരു LML Select ആണ്. ഇവൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ജസ്റ്റ് ഇൻ 7 seconds. ഇനി വണ്ടിയിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു 1996 മോഡൽ LML Vespa Select എന്ന മോഡലാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്കിലേക്ക് വരികയാണെങ്കിൽ വണ്ടിയുടെ കളർ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ബീച്ച് സാൻഡിൽ കളറിലാണ് നമ്മൾ വണ്ടി ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടിയിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് നമ്മൾ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അതുപോലെ തന്നെ ഈ വണ്ടി സെയിൽ ചെയ്യാൻ കൂടി വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ നോസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റോക്ക് നോസ് അല്ല, ഇത് NV സ്പെഷ്യലിൻ്റെ നോസാണ്. അത് നമ്മൾ രണ്ടാമത് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. ഇതും NV സ്പെഷ്യലിൻ്റെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അത് ശരിക്കും ഇതിനൊരു T ഷേപ്പിലെ നോസ് ആയിരുന്നു വരുന്നത്. അത് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. ഇതുപോലെയായിരുന്നു ഇതിൻ്റെ ഓൾഡർ ലുക്ക്. ആ ലുക്കിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു ലുക്കിലേക്ക് വണ്ടി മാറ്റിയിട്ടുള്ളത്. അടുത്തതായി വണ്ടിയുടെ ബോഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഈ ഒരു എഡ്ജസിലെ ബീഡിങ്സ് എല്ലാം നമ്മൾ ഒരു ക്രോം ഫിനിഷോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അത് വണ്ടിയുടെ ലുക്സ് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇവിടെയായി നമുക്കൊരു വെസ്പ എന്നൊരു ബാഡ്ജിങ്ങും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻഡിക്കേറ്റേഴ്സ് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ NV സ്പെഷ്യലിൻ്റെ ഇൻഡിക്കേറ്ററാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് സ്റ്റിക്കർ ചെയ്തിട്ടുള്ളത്. ഈ ഇൻഡിക്കേറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ NV ഇൻഡിക്കേറ്ററാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ നോസിലേക്ക് വരുമ്പോൾ ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞു NV സ്പെഷ്യലിൻ്റെ നോസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ഇവിടെ ക്രോം ഫിനിഷോട് കൂടിയ ഒരു ഹോൺ ഗ്രില്ലും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയും ഒരു Piaggio എന്നൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് മുകളിലായി നമ്മളൊരു Piaggio എന്നൊരു ബാഡ്ജിങ് ചെയ്തിട്ടുള്ളതായി കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതായി വണ്ടിയുടെ ഹെഡ്ലൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലെ ഹാലജൻ ബൾബ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ് വണ്ടിയിൽ കാണാൻ സാധിക്കുന്നത്. അതിന് മുകളിലായി തന്നെ നമുക്ക് ചെറിയൊരു ടിൻറ്റഡ് ഫിലിമോട് കൂടിയ ഒരു വൈസറും കാണാൻ സാധിക്കുന്നതാണ്. ചെറിയ രീതിയിലൊരു വിൻഡ് പ്രൊട്ടക്ഷൻ നൽകാൻ ഈ ഒരു വൈസറിന് സാധിക്കുന്നതാണ്. അടുത്തതായി വണ്ടിയുടെ മഡ്ഗാർഡിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ഷേപ്പോട് കൂടിയ ഒരു മഡ്ഗാർഡ് തന്നെയാണ് വണ്ടിയിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ ഇവിടെ നമ്മളൊരു ഫിഷിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ വെസ്പയുടെ ഫിഷിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു വെസ്പ എന്നൊരു ബാഡ്ജിങ് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു മഡ്ഗാർഡിൻ്റെ എൻഡിലായാലും നമ്മൾ ആ ഒരു ക്രോം ഫിനിഷിൽ ആ ഒരു ബീഡിങ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് വണ്ടിയുടെ ലുക്സ് നല്ല രീതിയിൽ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷനിലേക്ക് വരുമ്പോൾ ഒരു ഹെലിക്കൽ സ്പ്രിംഗ് ആൻഡ് ഹൈഡ്രോളിക് ഡാമ്പർ ടൈപ്പ് സസ്പെൻഷനാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ ബ്രേക്കിൻ്റെ ആയാലും സ്പീഡോമീറ്ററിൻ്റെ ആയാലും കണക്ഷൻ നമുക്ക് ഇവിടെ പോകുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വണ്ടിയുടെ റിയർ ബ്രേക്കിലേക്ക് വരികയാണെങ്കിൽ ഒരു 130 mm ഡ്രം ബ്രേക്കാണ് വണ്ടിയുടെ റിയർ സൈഡിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ക്രോം ഫിനിഷിലെ ഒരു പ്ലേറ്റിംഗ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ഒരു ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 315 10-inch ടയറാണ് വണ്ടിയുടെ ആഡ് ചെയ്തിട്ടിരിക്കുന്നത്. അടുത്തതായി വണ്ടിയുടെ ഹാൻഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ലുക്കിലാണ് വണ്ടിയുടെ ഹാൻഡിലുള്ളത്. അതിൽ തന്നെ നമുക്ക് ഇവിടെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വണ്ടിയുടെ ഗിയർ ഹാൻഡ് ഗിയർ 4 സ്പീഡ് ഹാൻഡ് ഗിയർ ആണ് വണ്ടിയിൽ വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ മീറ്ററിലേക്ക് വരുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് വണ്ടിയുടെ മീറ്റർ ഉള്ളത്. മീറ്റർ കൺസോളിലേക്ക് നോക്കുകയാണെങ്കിൽ മീറ്ററിൽ തന്നെ ഒരു ടിൻറ്റഡ് ഫിലിം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ മീറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഫ്യൂൽ ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. ഒരു സ്പീഡോമീറ്ററും അതുപോലെ തന്നെ ഒരു ഓഡോമീറ്ററും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ന്യൂട്രൽ അതുപോലെയുള്ള ഇൻഡിക്കേഷൻസും വണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതൊക്കെയാണ് വണ്ടിയുടെ ഈ ഒരു മീറ്റർ കൺസോളിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തായി വണ്ടിയുടെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് വണ്ടിയുടെ ഇവിടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ്, ഹൈ ബീം, ലോ ബീം, ഹോണ്, അത്രയും കണക്ടിവിറ്റീസാണ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ഒരു ലിവേഴ്സ് എല്ലാം നമ്മളൊരു ക്രോം ഫിനിഷോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് വണ്ടിയുടെ ഈ ഒരു സെക്ഷനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതായി വണ്ടിയുടെ ബോഡിയുടെ ഉള്ളിലേക്കായി വരുമ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നതാണ്. അതിൽ തന്നെ നമുക്ക് ഈ ഒരു എൻഡിലായി നമുക്ക് ഇവിടെ സെലക്ട് എന്നൊരു ബാഡ്ജിങ്ങും ചെയ്തിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു കീ ഓപ്പണബിൾ ആണ്. എങ്കിലും ജസ്റ്റ് ഇതൊന്ന് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി വരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ നോസ് നമ്മൾ ചേഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് ഇതിൻ്റെ വയറിങ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വണ്ടിയുടെ ഫുട്ബോളിലേക്ക് വരുമ്പോൾ ഇതാണ് വണ്ടിയുടെ ഫുട്ബോൾ. അതിൽ തന്നെ നമ്മൾ ആ ഒരു ക്രോം ബീഡിങ് ഇവിടെ വണ്ടി ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇവിടെ നമുക്ക് റിയർ ബ്രേക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ടണൽ കാണാൻ സാധിക്കും. ഇത് വണ്ടിയുടെ ഡിസൈനായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് ഫുഡ് മാറ്റാണ് വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ശരിക്കും സ്റ്റോക്ക് ഫുഡ് മാറ്റ് ഇതിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അത് ഒറ്റ പീസായിട്ടല്ല വരുന്നത്, അതൊരു 3 പീസായിട്ടാണ്. ഇവിടെയും സെൻട്രലായിട്ടും ഒരു 3 പീസായിട്ടാണ് വരുന്നത്. അത് നമ്മൾ വണ്ടിയിൽ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫ്ലോർ മാറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വണ്ടിയുടെ ഈ ഒരു പോർഷനിലായിട്ടാണ് വണ്ടിയുടെ ചോക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇവിടെ നമുക്ക് വണ്ടിയുടെ ഫ്യൂൽ ടാപ്പും കാണാൻ സാധിക്കുന്നതാണ്.
ഇനി ഈ വണ്ടിയുടെ സീറ്റിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ ബോഡി കളറുമായി മാച്ച് ആകുന്ന രീതിയിൽ ഒരു ബ്രൗൺ റെഡ്സും യൂസ് ചെയ്ത് നമ്മൾ സീറ്റിൽ ഒരു അപ്പോൾസ്ട്രി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ഒരു സീറ്റിൻ്റെ ബാക്കിലായി നമ്മൾ ചെറുതായിട്ടൊന്ന് പൊക്കി കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ഒരു സീറ്റിൽ സ്റ്റോക്ക് സീറ്റിൽ നമുക്ക് ഇവിടെ ചെറിയൊരു ബാക്ക് റെസ്റ്റ് വരുന്നതാണ്. അതൊരു അഡ്ജസ്റ്റബിൾ ടൈപ്പ് ബാക്ക് റെസ്റ്റ് ആയിരുന്നു വരുന്നത്. അതായത് പില്ലിനായാലും റൈഡറായാലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലൊരു ബാക്ക് റെസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ കറൻ്റ് റിമൂവ് ചെയ്തിട്ടാണുള്ളത്. അതുപോലെ തന്നെ വണ്ടിയിൽ ഒരു ക്യാരിയറും വരുന്നുണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ കറൻ്റ് റിമൂവ് ചെയ്തിട്ടാണുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ സീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കാം. വണ്ടിയുടെ സീറ്റ് ഒരു കീ ഓപ്പണബിൾ ആണ്. അതിൻ്റെ റിയർ സൈഡിലാണ് വണ്ടിയുടെ കീ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കീ ഇട്ട് ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലോക്ക് അൺലോക്ക് ആകും. ശേഷം നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സീറ്റ് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വണ്ടിയുടെ ഫ്യൂൽ ടാങ്കിൻ്റെ ക്യാപ്പ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വണ്ടിയുടെ ഇവിടെ നമുക്ക് വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് സെൻസറും കാണാൻ സാധിക്കുന്നതാണ്. ഇതൊരു 8 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ഫ്യൂൽ ടാങ്കാണ് വണ്ടിയിലുള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇവിടെ 2 ലിവർ കാണാൻ സാധിക്കും. ഇത് വണ്ടിയുടെ സൈഡ് പാനൽ റിമൂവ് ചെയ്യാനായിട്ടുള്ള ലിവേഴ്സാണ് വണ്ടിയിൽ ഈ കാണാൻ സാധിക്കുന്നത്. അതൊക്കെയാണ് ഈ ഒരു പോർഷനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് സീറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ സൈഡ് പാനലിലേക്ക് വരുമ്പോൾ ഈ ഒരു കർബോ ഷേപ്പോട് കൂടിയാണ് ഈ ഒരു സൈഡ് പാനൽ ഉള്ളത്. ഇതിനുള്ളിലായി വണ്ടിയുടെ സ്പെയർ വീലാണ് വരുന്നത്. അത് വണ്ടിയുടെ വെയിറ്റ് ബാലൻസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് വണ്ടിയുടെ എഞ്ചിൻ സൈഡിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇത് ഒരു ബീഡിങ് യൂസ് ചെയ്താണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇതിലൊരു വെസ്പ എന്നൊരു ബാഡ്ജിങ്ങും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ എൻവിയിൽ കണ്ട പോലെ തന്നെ ഒരു ഇൻഡിക്കേറ്ററാണ് വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു പില്ലിയൻ ഫുഡ് റെസ്റ്റും കാണാൻ സാധിക്കും. ഇതൊരു ഫോൾഡബിൾ ആണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലെ ഒരു ഫുഡ് റെസ്റ്റ് ആണുള്ളത്. ഇനി വണ്ടിയുടെ റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വണ്ടിയുടെ റിയർ സൈഡ് കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഇവിടെ കാണാം വണ്ടിയുടെ ടെയിലൈറ്റ് കാണാൻ സാധിക്കുന്നതാണ്. അതിന് താഴെയായി അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു നമ്പർ ബോർഡ് കാണാൻ സാധിക്കും. അതിന് താഴെയായി തന്നെ ഒരു മഡ് ഫ്ലാപ്പും കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് വണ്ടിയുടെ ഈ ഒരു റിയർ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതായി വണ്ടിയുടെ റൈറ്റ് സൈഡിലെ സൈഡ് പാനലിലേക്ക് വരുമ്പോൾ അവിടെ കണ്ടതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ആ ഒരു വെസ്പ എന്നൊരു ബാഡ്ജിങ് കൂടെ കാണാൻ സാധിക്കും. ഇൻഡിക്കേറ്ററും വണ്ടിയിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനുള്ളിലായാണ് വണ്ടിയുടെ എഞ്ചിൻ വരുന്നത്. നമുക്കിനി ഈ ഒരു സൈഡ് പാനൽ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നോക്കാം. സൈഡ് പാനൽ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതൊരു 149.56 cc സിംഗിൾ സിലിണ്ടർ ഫോഴ്സ്ഡ് എയർ കൂൾഡ് 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് വരുമ്പോൾ 8.5 bhp at 5500 rpmലും 11.0 Nm ടോർക്ക് at 3250 rpmലും പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു എഞ്ചിനാണിത്. അടുത്തതായി വണ്ടിയുടെ ഈ ഒരു ഫ്ലൈ വീല് നോക്കുകയാണെങ്കിൽ അതിൽ പോലും നമ്മളൊരു റെഡ് കളറിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വണ്ടിയുടെ ഈ ഒരു എഞ്ചിൻ കവർ നോക്കിയാലും അതിലും നമ്മൾ ആ ഒരു ഗ്രേ കളറിങ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ വണ്ടിയുടെ ഇവിടെ ഗിയർ സെലക്ടർ കാണാൻ സാധിക്കും. അതിലും ആ ഒരു ക്രോം ഫിനിഷ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ കിക്ക് ലിവർ എവിടെയായി കാണാൻ സാധിക്കും. ഈ ഒരു കിക്ക് ലിവറിൽ പോലും നമ്മൾ ആ ഒരു ക്രോം ഫിനിഷിലാണ് നിലനിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വണ്ടി നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ റീസ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇഗ്നീഷ്യൻ കോയിൽ നമുക്ക് ഈ ഒരു എഞ്ചിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് വണ്ടിയുടെ ഇഗ്നീഷ്യൻ കോയിൽ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതൊക്കെയാണ് എഞ്ചിൻ സെക്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി റിയർ സസ്പെൻഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഹെലിക്കൽ സ്പ്രിംഗ് ഹൈഡ്രോളിക് ഡാമ്പിംഗ് ടൈപ്പ് സസ്പെൻഷൻ തന്നെയാണ് റിയർ സൈഡിലും ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ഒരു റിയർ സൈഡ് ടയറിലേക്ക് നോക്കുകയാണെങ്കിലും ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ഒരു 315 10-inch ടയർ തന്നെയാണ് വണ്ടിയുടെ റിയർ സൈഡിലും ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ റിയർ ബ്രേക്ക് നോക്കുകയാണെങ്കിലും 130 mm ഡ്രം ബ്രേക്ക് തന്നെയാണ് റിയർ സൈഡിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊക്കെയാണ് വണ്ടിയുടെ ഈ ഒരു പോർഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി വണ്ടിയുടെ എക്സോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഒരു അണ്ടർബെല്ലി ടൈപ്പ് എക്സോസ്റ്റ് ആണ് വണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇവിടെ നമുക്ക് വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് കാണാൻ സാധിക്കും. ഈ ഒരു പോർഷനിലായിട്ടാണ് വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ഈ ഒരു സ്പ്രിങ് വണ്ടിയുടെ സെൻറ്റർ സ്റ്റാൻഡിൻ്റെ സ്പ്രിങ് ആണ് ഈ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് വണ്ടിയുടെ ഈ ഒരു അണ്ടർ ബോഡി കോട്ടിങ് പോലും നമ്മൾ ഈ ഒരു വണ്ടിയുടെ സെയിം കളറിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ വണ്ടി റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ വണ്ടി റൈഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയിൽ നല്ലൊരു ഇനിഷ്യൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഗിയർ ആയാലും നല്ല സ്മൂത്തായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ടൈറ്റ്നസ്സും ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വണ്ടിയുടെ ത്രോട്ടിൽ റെസ്പോൺസ് നോക്കുകയാണെങ്കിലും ഒരു ആവറേജ് നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു ത്രോട്ടിൽ റെസ്പോൺസ് വണ്ടിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി വണ്ടിയുടെ ഒരു ടോപ്പ് സ്പീഡ് നോക്കുകയാണെങ്കിൽ കമ്പനി അവകാശപ്പെടുന്നത് 105 km/h സ്പീഡാണ്. എങ്കിൽ പോലും ഒരു 50 to 60 റേഞ്ചിലെ സ്പീഡിലാണ് നമുക്ക് വണ്ടി നല്ല സ്മൂത്തായിട്ട് യാതൊരു ജർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് റൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരുമ്പോഴും ഒരു 150 mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കണക്കാക്കപ്പെടുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ വണ്ടിക്ക് ലഭിക്കുന്നതാണ്. ഇനി വണ്ടിയുടെ മൈലേജിലേക്ക് വരുമ്പോൾ ഒരു 30+ മൈലേജ് വണ്ടിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ മെയിൻ്റെനൻസ് നോക്കുകയാണെങ്കിൽ അത്ര ഓവർ മെയിൻ്റെനൻസ് ഒന്നും ആവശ്യമില്ലാത്തൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു സെലക്ട്.
അതുപോലെ തന്നെ വണ്ടിക്ക് നല്ലൊരു റോഡ് പ്രസൻസ് ആണുള്ളത്. കാരണം ഇതിൻ്റെ ഒരു റീസ്റ്റോറേഷൻ വർക്ക് തന്നെയാണ്. കാരണം വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ ഡീറ്റെയിൽ ആയിട്ട് റീസ്റ്റോർ ചെയ്തെടുക്കാൻ ഇതിൻ്റെ ഓണർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോയുടെ ആദ്യം പറയുന്ന പോലെ തന്നെ ഇത് സെയിലിന് വെച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഓണറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ദെൻ ഷോ സം സൂപ്പർ സപ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് ലൈക്സ്, കമൻറ്റ്സ് ആൻഡ് സബ്സ്ക്രൈബ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.